അല്ല മൈത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചാവ് പോലത്തെ ലഹരി വസ്തു ലീഗലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണിശമായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ല പക്ഷെ ഇന്ന് ലഹരിയുടെ കൊണ്ടൊന്നും അല്ലത്. ഈ കാണുന്ന പരീക്ഷയും ഈ പീഡനത്തിനകത്തു നിന്ന് മോചിക്കാനാണ് അവർ ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് മാറിയത്. അല്ല ഈ 10ാം ക്ലാസ് ഈ സ്കൂളിനകത്ത് പഠിപ്പിച്ചാൽ ലഹരി ഉപയോഗിക്കുന്നവരായി മാറും. ഇതിനൊരു സംശയം വേണ്ട. അല്ല ഇപ്പോഴായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വേറെ കാര്യം. നിങ്ങളെപ്പോലെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം കൊണ്ട് ക്യാമറ കയ്യിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ പറയുന്നു എന്നുള്ളതല്ലാതെ റിപ്പോർട്ടിംഗ് ആണ് കൂടിയിട്ടുള്ളത്. അതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ മയക്കുമരുന്ന് കൊടുക്കുന്നത് വലിയ വിഭാഗങ്ങൾ ലോകത്തുണ്ടായിരിക്കുന്നത്, മയക്കുമരുന്ന് കൊടുക്കുന്നത് കള്ളക്കടത്തിൻ്റെ ലോകം ഉണ്ടാകുന്നത് നിരോധനത്തിൻ്റെ യുക്തി നിൽക്കുന്നുണ്ടാണ്. വില കുറഞ്ഞാലും ഒരാൾ നിൽക്കാൻ നടക്കത്തില്ല. നിരോധിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം അഗ്രസീവ് സെയിൽസ് ഉണ്ടാകുന്നത്. ഇത് എന്താണ് ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ എനിക്ക് കത്ത് കൊടുത്തിട്ടുള്ളതാണ് നിങ്ങളിത് ചെയ്യരുത്. അല്ല ഇതിൻ്റെ ഒരു മറുവശം ചിന്തിക്കുന്നത് ഈ ലഹരി വസ്തുവിന് അഡിക്ഷൻ ഇല്ല, അഡിക്ഷനെ വീണ്ടും മദ്യം ലഹരി വസ്തുവാണ്. അതിന് 4ാം സ്ഥാനമാണ് ലഹരിയിൽ. അതെങ്ങനെയാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്? ആഠ്യത്വം ഉള്ളതായതുകൊണ്ടാണ്. മറ്റേതിന് അത്ര ആഠ്യത്വം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. വേറെ അർത്ഥമൊന്നുമില്ല. ഇല്ലീഗലാകുന്നത് ഇപ്പം ഭരിക്കുന്നവർ ഈ മദ്യത്തിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരാണ് ഈ മറ്റുള്ള സാധനത്തിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കഞ്ചാവ് ഈ നാട്ടിലുള്ള സകല ആൾക്കാരും ഇവിടുത്തെ ഈ എന്താണ് ഇപ്പോഴത്തെ ആ കുംഭമേളയ്ക്ക് പോയിട്ടുള്ള സകല സ്വാമിമാരെയും പിടിച്ച് ജയിലിടണ്ടേ ഇവർ ഈ പറയുന്ന സാധനമാണെങ്കിൽ ശരിയാണെങ്കിൽ? ലോകം മുഴുവനും കഞ്ചാവ് ലീഗലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് ഇവരെന്താ അന്വേഷിക്കാത്തത്? ഈ ആളുകളെ മുഴുവൻ 10-15 വർഷം ഇട്ടിരിക്കുകയല്ലേ. എന്ത് കാരണം കൊണ്ടാണ്? ഈ പറഞ്ഞ കുംഭമേള പോയ സകല അവിടുത്തെ യോഗി ആദിത്യനാഥ് സഹിതം ജയിലിൽ പോകേണ്ടവനാണ് ഈ നിങ്ങൾ പറയുന്ന ന്യായമാണെങ്കിൽ. ഇതൊന്നും അല്ലത്. പറഞ്ഞിരുന്നത് ഈ ലഹരികളെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ ആളുകളെ പഠിപ്പിക്കുന്ന വഴിയാണ് അത് ഒഴിവാകുന്നത്. ഇയാൾ വെറുതെ നോക്ക്, ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആള് മോട്ടോർ സൈക്കിളിനെ പോലെ അപകടകരമായ ലോകത്ത് യാതൊന്നും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. സകലരുടെയും അംഗവൈകല്യം ഉണ്ടാകും, മരിക്കുകയും ചെയ്യും. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ആ നിൽക്കുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നിയന്ത്രിതമായ സ്പീഡിൽ ഓടിക്കണമെന്നാണ് പറയുന്നത്. ലോകത്ത് ഏത് വസ്തുവും മനുഷ്യർക്ക് ഉപയോഗിക്കാനൊക്കും, അത് നിയന്ത്രിതമായി ഉപയോഗിക്കുന്ന വഴി. മരുന്നുകളെല്ലാം അങ്ങനെയാണ്. അമിതമാകുന്ന വഴിയല്ല, ഡോസ് നിർണ്ണയിക്കുന്നതാണ്. ഈ വിദ്യാഭ്യാസമാണ് മനുഷ്യർക്ക് കൊടുക്കേണ്ടത്. കുട്ടികളെല്ലാവരും കൂടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിട്ട് മാറത്തില്ല. പക്ഷേ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ വിലയ്ക്ക് അത് കൊടുക്കാൻ പറ്റും. വലിയ വില കൊടുക്കുന്ന ഒരു സാധനം ലോകത്ത് അഗ്രസീവായിട്ട് സെയിൽ ചെയ്യും. ഇന്ന് ഈ കാണുന്ന കേരളം ഉണ്ടാക്കിയെടുത്തത് നിരോധനം കൊണ്ടാണ്. ഞാൻ ചോദിച്ചു വന്നത് സ്കൂളിനകത്ത് അടിച്ചമർത്തുന്ന വിദ്യാഭ്യാസവും ഈ മയക്കുമരുന്നുകൾ നിരോധിക്കുകയും കൂടെ ചെയ്തിരിക്കുന്ന 2 എണ്ണം കൂടെ ചേർന്നാണ് ഇന്നത്തെ അവസ്ഥ. നിങ്ങൾ കേരളത്തിനകത്ത് പറയുന്നത് ലോകവ്യാപകമായി ഇതെല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അല്ല അപ്പോൾ ഈ ഇത്രയധികം റേഷ്യോ അനുസരിച്ചാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് യാതൊരു ഞാൻ പറയുന്നത് ഇത് ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടല്ല വയലന്റ് ആകുന്നത്. വയലൻസിന് മറക്കാനാണ് മദ്യമൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അത് രണ്ടാമത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. മറക്കാൻ, വേദനകൾ മറക്കാനാണ് ആളുകൾ ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ശ്വാസമുട്ടുകൾ, സ്ട്രെസ് ഒഴിവാക്കാനാണ് ആൾക്കാർ മദ്യമൊക്കെ ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സോഴ്സിനെ പറ്റി നിങ്ങൾ ഒരു കാലത്തും പറയാതെ, ഇത് കാരണമാണ് അതുണ്ടാകുന്നതെന്ന് പറയാതെ, നല്ല സെയിനായ ആൾക്കാരോട് പട്ടാളത്തിൽ ചേർന്ന് ലോകത്ത് മുഴുവൻ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉക്രൈനിലൊക്കെ ഇപ്പോൾ ബോംബ് ചെയ്യുന്നവരെല്ലാം മദ്യം കഴിക്കുന്നവരോ കഞ്ചാവ് വലിക്കുന്നവരല്ല.